ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, തീ പിടിച്ചിരിക്കേ. അയ്യാ, എന്താ അയ്യോ അയ്യാ, നിത്യ ഒരിക്കലും ജീവനുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ സിൻസിയർ ആയിരുന്നില്ല. നിത്യ സ്നേഹിച്ചിരുന്നത് ഹരിയായിരുന്നു, ഹരിയുടെ കവിതകളെയായിരുന്നു. വിവാഹത്തിനു മുൻപ് ഹരിയുടെ കവിതകളെ ഒരു നിധി പോലെ സൂക്ഷിക്കുകയും ഹരിയുമായി നിരന്തരം കത്തുകളിലൂടെ നിങ്ങൾ ബന്ധപ്പെടുകയും ചെയ്തിരുന്നില്ലേ? അതൊരു സൗഹൃദം മാത്രമായിരുന്നു. ആ സൗഹൃദത്തിന്റെ ഉടമസ്ഥൻ ഇന്ന് നിത്യയോടൊപ്പമാണ് ജീവിക്കുന്നത്. സത്യമല്ലേ? നിത്യയും അയാളും ഒന്നിച്ചാണ് ഉറങ്ങുന്നത്. സത്യമല്ലേ? യുവർ ഓണർ, ഈ പറയുന്ന ഹരിക്ക് മികച്ച കവിക്കുള്ള അവാർഡ് കിട്ടിയതിന്റെ സ്വീകരണത്തിന്റെ വീഡിയോ ബഹുമാനപ്പെട്ട കോടതി മുൻപ് ഹാജരാക്കിയിട്ടുണ്ട്. ആ വീഡിയോയില് വളരെ വ്യക്തമായിട്ട് നിത്യ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട് ഹരി തന്റെ പ്രണയമായിരുന്നു എന്ന്. തന്റെ മനസ്സിൽ പ്രണയം മുട്ടിട്ട് അന്നു മുതൽ താൻ സ്നേഹിച്ചിരുന്നത് ഹരിയെ മാത്രമാണെന്ന് വ്യക്തമായി പറയുന്ന നിത്യ തന്നെയാണ് തന്നെ താലി കെട്ടിയ പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതും. നിത്യയുടെയും ജീവന്റെയും ഹരിയുടെയും ജീവിതം നിരീക്ഷിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിത്യ ജീവൻ ബന്ധത്തിന്റെ എല്ലാ ആടിയുളിച്ചുകൾക്കും കാരണം ഹരി എന്ന ആളാണ്. വിവാഹിതയായി തന്റെ വീട്ടിലെത്തുമ്പോഴും ഹരിയുടെ കവിതകളെയും കത്തുകളെയും സ്നേഹിച്ചിരുന്ന നിത്യയോട് ഒരു പുരുഷന് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ആ ബന്ധം നിത്യ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ ജീവൻ ജയിലിലായിരുന്ന സമയത്ത് തന്റെ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ലാത്ത ഹരിയോടൊപ്പം ജീവനുമായി ബന്ധം വേർപെടുത്തിയിട്ടില്ലാത്ത നിത്യ ജീവിക്കുന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള വാസ്തവം. ആ അർത്ഥത്തിൽ നോക്കുമ്പോ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ജീവനെ സ്വന്തം വീട്ടുകാർ തന്നെ പരീക്ഷിക്കായിരുന്നില്ലേ, പീഡിപ്പിക്കായിരുന്നില്ലേ? സ്വന്തം മരുമകളെ മതിമറന്ന് സ്നേഹിച്ച ഒരു അമ്മയാണ് സുജാത. സുജാത ഒരുക്കി കൊടുത്ത തണലിൽ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തിയെടുക്കാനുള്ള വ്യഗ്രതയിൽ നിത്യ മുമ്പോട്ട് പോകുമ്പോ ജീവൻ പതുക്കെ പതുക്കെ ജീവിതത്തിൽ പിന്നോക്കം പോവുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോ ജീവൻ എന്ന മാനസിക രോഗിയെ സൃഷ്ടിച്ചതിന് ഈ നിൽക്കുന്ന നിത്യയും പ്രസവിച്ച അമ്മയും തന്നെയാണ് ഉത്തരവാദി. ഇതെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം കോടതി മുറിയിൽ ജീവനെതിരെ ചോദ്യങ്ങൾ ഉയർത്തി ജീവൻ ജന്മന കുറ്റവാസനയുള്ളവനാണെന്നും ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്റെ കക്ഷിയോടുള്ള അനാദരവ് മാത്രമാണ്. ഇതിലെ ഗൂഢാലോചന കോടതി തിരിച്ചറിയണമെന്നും ഇവരെല്ലാരും കൂടി ഉണ്ടാക്കിയ സമ്മർദ്ദം കൊണ്ട് മാനസിക നില കൈവിട്ടു പോയ എന്റെ കക്ഷിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടണമെന്നും കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.
ശരവണ, ശരവണോ? ആ? ആ ആ, ആ, என்னையா അല്ല, ഇരുന്നിട്ട് അങ്ങോട്ട് ഇരിപ്പുറക്കത്തില്ല. കോടതിയുടെ കാര്യങ്ങൾ എന്തായെന്ന് ആർക്കറിയാം? நானும் அதுதான் நினைச்சிட்டு இருக்குது. அம்மா இங்க இருந்து போகும்போது அவர் நல்ல டென்ஷன்ல இருந்து ஜீவா சார்னு கோடதி சும்மா விடுமோ அந்த மாதிரி எல்லாம் பேசிட்டு இருந்து. ആ, അല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല ശരവണ. അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വേറെ എന്ത് ക്രൂരതയ്ക്കും ദൈവം ശിക്ഷ കൊടുത്തില്ലെങ്കിലും നിത്യയുടെ അച്ഛൻ സദാനന്ദനെ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ദൈവം അവനെ ശിക്ഷിച്ചിരിക്കും. ആ, എന്നത്? അതെന്തായത്? ഞാനും വരുന്നു. ஐயோ ஐயோ தீ பிடிச்சிருக்கு ஐயா, கடவுளே. എന്താ ശരവണ? അയ്യോ, ஐயா சார், இது என்ன சார்? இது எப்படி நடந்ததுன்னு தெரியல. ഇതൊരു ദുസ്സൂചനയാ ശരവണ. അരുതാത്തത് എന്തോ സംഭവിച്ചിരിക്കുന്നു. സാർ, ഇപ്പൊ ഈ വിളക്ക് മറഞ്ഞു വീഴാനും തീ പിടിക്കാനും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, അല്ലേ? ஆமா ശരവണ, ഇത് ദൈവം തന്നൊരു സൂചനയാ. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചന. റീന വധക്കേസിന്റെ വിധി പ്രഖ്യാപിക്കുകയാണ്. മധുര നൊമ്പരക്കാറ്റ്